നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. 1443ാമത് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തൈക്കാട്ടുശ്ശേരി പൂരം പത്രികയുടെ പ്രകാശനം നടന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും മേളകലാനിധി പെരുവനം സതീശന്മാരാരും പത്രികയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്ക് പാറളം ഗ്രാമപഞ്ചായത്തിലെ ശാസ്താം കടവ് നഗറിൽ തുടക്കം കുറിച്ചു. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. കോടന്നൂർ ബാർ പരിസരത്തുണ്ടായ ആക്രമണത്തിൽ 2 പ്രതികൾ കൂടെ അറസ്റ്റിലായി. പള്ളിപ്പുറം സ്വദേശി 19 വയസ്സുള്ള ആദർശ്, കണ്ണംകുളങ്ങര സ്വദേശി 24 വയസ്സുള്ള വിവേക് എന്നിവരാണ് അറസ്റ്റിലായത്. വിശദമായ വാർത്തകളിലേക്ക്. 1443ാമത് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തൈക്കാട്ടുശ്ശേരി പൂരം പത്രികയുടെ പ്രകാശനം നടന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും മേളകലാനിധി പെരുവനം സതീശന്മാരാരും പത്രികയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ആശീർവാദത്തോടെ 1443ാമത് പെരുവനം ആറാട്ടുപുഴ തൈക്കാട്ടുശ്ശേരി പൂരങ്ങളുടെ തൈക്കാട്ടുശ്ശേരി ഭഗവതിയുടെ പൂരത്തിൻ്റെ നോട്ടീസ് പ്രകാശനം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഭഗവതിയുടെ അനുഗ്രഹത്തിൽ മേളപ്രമാണി സതീശന്മാരാർക്ക് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യാൻ സാധിച്ചത് എൻ്റെ സൗഭാഗ്യമാണ്. ഭഗവതിയെ കുട്ടിക്കാലം മുതൽക്ക് സേവിക്കാൻ സാധിച്ചതിൻ്റെ അനുഗ്രഹങ്ങൾ ഓരോന്നായിട്ട് പല വഴിയിൽ വരുന്നു. ഇവിടെ മേളപ്രമാണിയായി പ്രവർത്തിക്കുന്നതൊക്കെ ഭഗവതിയുടെ അനുഗ്രഹമാണ്. ഇന്നിപ്പോൾ ഇങ്ങനൊരു ചടങ്ങിനും എന്നെ ക്ഷണിച്ചതിന് ഞാൻ ഇതിൻ്റെ സംഘാടകരോടും എല്ലാവരോടും നന്ദി പറയാണ്. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. പൂരം അതിഗംഭീരമായിട്ട് നടക്കാൻ തൈക്കാട്ടുശ്ശേരി പൂരം എല്ലാ കൊല്ലവും അതിഗംഭീരമായിട്ട് പഞ്ചവാദ്യവും മേളവും വെടിക്കെട്ടടക്കം പതിവുണ്ട്. ഇപ്പോൾ പരിമിതികളിൽ എല്ലാം അതിഗംഭീരമായി നടക്കട്ടെ. തൈക്കാട്ടുശ്ശേരി ഭഗവതിയുടെ 1443ാമത് പൂരം അതിഗംഭീരമായി നടക്കാനുള്ള ആദ്യ ഒരു ചുവടുവയ്പ് അല്ലെങ്കിൽ നല്ലൊരു മഹനീയ ചടങ്ങാണ് പത്രിക പ്രകാശനം. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ വലിയൊരു ഭഗവതിയുടെ അനുഗ്രഹത്തെ അനുഗ്രഹം അല്ലെങ്കിൽ കാരണന്മാരുടെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് സാധിച്ചു. അതൊരു ഭാഗ്യമായിട്ട് കാണുന്നു. എൻ്റെ കലാജീവിതത്തിൽ കുടുംബജീവിതത്തിലൊക്കെ ഒരു സൗഭാഗ്യമായിട്ട് കാണുകയാണ്. നമ്മുടെ പൂരങ്ങളിലൊക്കെ ഏത് പൂരം എടുത്ത് നോക്കിയാലും ഓരോ തരത്തിൽ അല്ലെങ്കിൽ എല്ലാം അതിഗംഭീരമായ പൂരങ്ങളാണ്. അത് വേറെ എവിടെയും നമുക്ക് ലോകത്തിൽ കാണാൻ പറ്റില്ല, പെരുവനാറാട്ടുപുഴ പൂരം പോലെ. അപ്പോൾ ആ മഹനീയമായ തൈക്കാട്ടുശ്ശേരി പൂരത്തിൻ്റെ ഈ പത്രിക പ്രകാശനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ സൗഭാഗ്യമായി കാണുന്നു. ഞാൻ അച്ഛൻ്റെ കൂടെയാണ് ആദ്യമായിട്ട് ഇവിടെ കൊട്ടാണുള്ളത്. അച്ഛൻ അന്നപ്പൂച്ചേട്ടൻ്റെ ചുമതല കുഞ്ഞിൻ്റെ ചുമതല ആണ്. അങ്ങനെ വന്ന് തുടങ്ങിയിട്ട് ഇപ്പോൾ കുട്ടേട്ടൻ്റെ കൂടെ എല്ലാ വർഷവും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അനുഗ്രഹം, അത്രയും എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നുമില്ല. കൂടുതൽ എല്ലാ പൂരങ്ങളും ഓരോ വർഷവും മഹനീയമായി വളരെ ഗംഭീരമായിട്ട് നടക്കട്ടെ. സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഒരാശങ്കയ്ക്കും വക ഇല്ലാതെ നടക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും. ഏപ്രിൽ 3 വ്യാഴാഴ്ച പൂരം കൊടിമരം നാട്ടൽ ചടങ്ങ് നടക്കും. ഏപ്രിൽ 5 രാവിലെ വിശേഷാൽ പൂജകളും ചടങ്ങുകൾക്കും ശേഷം പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രശസ്ത മേള കലാകാരന്മാർ പങ്കെടുക്കുന്ന പാഞ്ചാരിമേളം അരങ്ങേറും. പൂരത്തിനോടനുബന്ധിച്ച് രാവിലെ 10:30 മുതൽ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നദാനം നടക്കും. പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് A കുമാരൻ, തൈക്കാട്ടുശ്ശേരി ക്ഷേത്രം പ്രസിഡന്റ് വിജയൻ, ക്ഷേത്രമൂരാളൻ യദു മൂസ് എന്നിവർ സംസാരിച്ചു. ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികൾ, ഭക്തജനങ്ങൾ, ഘടകക്ഷേത്ര മെമ്പർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.
അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്ക് പാറളം ഗ്രാമപഞ്ചായത്തിലെ ശാസ്താംകടവ് നഗറിൽ തുടക്കം കുറിച്ചു. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. കൃത്യമായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ടുണ്ട്. നമ്മുടെ ആളുകൾ സംശയമാണ്. ഞാൻ അവരോട് പറഞ്ഞാൽ എന്താണ് ഉണ്ടാകുക, എനിക്കല്ല നമ്മുടെ പഞ്ചായത്തിന് വല്ല കിട്ടുന്നതൊക്കെ ഇല്ലാണ്ടാവുക എന്ന് തോന്നൽ പലർക്കും ഉണ്ട്. എന്നെ സംബന്ധിച്ചോളം അങ്ങനെയില്ല. കാരണം ഇതൊക്കെ സർക്കാരിന്റെ ഫണ്ടാണ്. നമ്മുടെയൊക്കെ നികുതി പണമാണ്. ആ നികുതി പണം പൂർണ്ണമായി ഉപയോഗിക്കണമെങ്കിൽ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിന്റെ ചില ഇടപെടലൊക്കെ ഇതിനകത്തുണ്ട്. അവരെയും കൂടി നമ്മൾ പേടിപ്പിക്കണം. തന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് മേഖലയിൽ ജോലി ചെയ്യേണ്ടതില്ല. വേറെ എവിടെയെങ്കിലും പോയി വല്ല കാട്ടുമുക്കിലോ മലയിടുക്കിലോ പോയി താമസിച്ചോളണം. ഇവിടെ അങ്ങനെ ഇങ്ങോട്ട് വന്ന് റിപ്പോർട്ട് എഴുതി വയ്ക്കലല്ല നമ്മുടെ പണി. അത് കൃത്യമായി ചെയ്യണം. പലപ്പോഴും നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോടും അതിൻ്റെ അടിത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർ ഞാൻ പറയാറുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ നമ്മുടെ വിഭാഗത്തിന്റെ കാര്യങ്ങൾ എപ്പോഴും മന്ദഗതിയിടുന്നൊരു അനുഭവമാണ്. ഏത് സർക്കാരാവട്ടെ അങ്ങനെ മന്ദഗതിയിലിട്ട് പോകുന്ന സമീപനമാണ് ഉള്ളത്. പട്ടികജാതി വിഭാഗക്കാർ താമസിക്കുന്നിടങ്ങൾ പുനരുദ്ധരിക്കുക, ഭവന പുനരുദ്ധാരണം, മറ്റ് അടിസ്ഥാന ആവശ്യങ്ങൾ എന്നിവയ്ക്കായി 1 കോടി രൂപ ചെലവഴിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ അധ്യക്ഷത വഹിച്ചു. ആളുകൾ കൂടുതലാണ്. SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒട്ടേറെ കുടുംബാംഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ശാസ്താംകടവ്. അവിടെ 54 വീടുകൾക്കാണ് നമ്മളിപ്പോൾ എസ്റ്റിമേറ്റ് പ്രകാരം നമ്മൾ മെയിൻ്റനൻസ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വൈകാനുള്ള കാരണങ്ങളൊക്കെ പ്രമോദ് മെമ്പർ പറഞ്ഞു ഇവിടെ. പിന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥരിവിടെ പറയും. നമ്മുടെ പഞ്ചായത്തിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ MLAക്ക് സാധിച്ചിട്ടുണ്ട്. MLA ഏത് ഇതിലും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ മീറ്റിങ്ങുകളിലൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഏറ്റവും അധികം ഫണ്ട് തന്നിട്ടുള്ള പഞ്ചായത്ത് നമ്മുടെ പാർലം പഞ്ചായത്തിലേക്കാണ്. നമ്മൾ എന്ത് ആവശ്യപ്പെട്ടാലും ഏത് മേഖലയിലത്തെ ഫണ്ടാണെങ്കിൽ കൂടി മുകുന്ദേട്ടൻ ഒരു മടിയും കൂടാതെ നമ്മളെ പരിഗണിച്ചിട്ടുണ്ട്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രം എഞ്ചിനീയർ സന്ധ്യ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ K പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസർ KD വാലന്റീന, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജെറി ജോസഫ്, പാറളം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജെയിംസ് പോൾ, പഞ്ചായത്ത് അംഗം ജൂബി മാത്യു എന്നിവർ സംസാരിച്ചു. കോടന്നൂർ ബാർ പരിസരത്തുണ്ടായ ആക്രമണത്തിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. പള്ളിപ്പുറം സ്വദേശി 19 വയസ്സുള്ള ആദർശ്, കണ്ണംകുളങ്ങര സ്വദേശി 24 വയസ്സുള്ള വിവേക് എന്നിവരാണ് അറസ്റ്റിലായത്. ഫെബ്രുവരി 2-ാം തീയതി രാത്രി 10 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. കോടന്നൂർ പൂരംബാറിന്റെ പാർക്കിംഗ് പരിസരത്ത് വെച്ച് ചേർപ്പ് സ്വദേശിയായ അഖിൽ കൃഷ്ണൻ സഞ്ചരിച്ച ഓട്ടോറിക്ഷ ദേഹത്ത് തട്ടിയതിലുള്ള വിരോധത്താലാണ് അഖിൽ കൃഷ്ണനെ തടഞ്ഞു നിർത്തി ബൈക്കിന്റെ കീ ഉപയോഗിച്ച് വായിലും മുഖത്തും ഇടിച്ചും ഹെൽമറ്റ് കൊണ്ട് തലക്കിടിച്ചും ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. തുടർന്ന് ഒളിവിൽ പോയ പ്രതികൾ വിയൂർ ഭാഗത്ത് ഒളിച്ചു താമസിക്കുന്നുണ്ടെന്ന രഹസ്യവിവരം തൃശൂർ റൂറൽ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPSന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിയൂർ മാറ്റാൻപുറത്തുള്ള വീട്ടിൽ നിന്നും ഇവരെ പിടികൂടിയത്. പ്രതികളിൽ ഒരാളായ വിവേക് ഗോപിക്കെതിരെ 2022 വിയൂർ പോലീസ് സ്റ്റേഷനിൽ 4 അടിപിടി കേസും 1 വധശ്രമ കേസും, തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അനധികൃത പണമിടപാട് കേസടക്കം 12 ക്രിമിനൽ കേസ് പ്രതിയും കാപ്പാൻ നിയമപ്രകാരം 6 മാസത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള ഗുണ്ടയുമാണ്. അറസ്റ്റ് ചെയ്ത സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ TN പ്രദീപൻ, സജിബാൽ, ജീവൻ, പോലീസ് ഉദ്യോഗസ്ഥരായ ഗോകുൽദാസ്, അജിത് എന്നിവരുമുണ്ടായിരുന്നു. പഴുവിൽ ശ്രീ ഗോകുലം പബ്ലിക് സ്കൂളിൽ വിന്റർ കാർണിവലിന് തുടക്കമായി. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ NN ജോഷി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യത്തിന്റെയും കായികക്ഷമതയുടെയും പ്രസക്തിയും പ്രാധാന്യവും വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി വിവിധ കായിക ഇനങ്ങളെ കാർണിവലിൽ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. സ്കൂൾ പ്രിൻസിപ്പാൾ KR അഭിലാഷ് അധ്യക്ഷനായി. സ്കൂൾ കറസ്പോണ്ടന്റ് ധനജ സലീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീജ ബോസ് എന്നിവർ സന്നിഹിതരായി. മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും കാർണിവലിൽ പങ്കെടുത്തു.
പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന 63ാമത് സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ കഥാരചനയിൽ എ ഗ്രേഡ് നേടിയ AU ദേവലക്ഷ്മിയെ വസതിയിലെത്തി അനുമോദിച്ചു. സ്റ്റഡി സെന്റർ ചെയർമാൻ ആന്റോ തൊറയൻ ഷാൾ അണിയിച്ചും മെമന്റോ നൽകിയും ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് ഉപ്പാട്ട് അനിൽ സുരഭി ദമ്പതികളുടെ രണ്ടാമത്തെ മകളായ ദേവലക്ഷ്മി സെറാഫിക് കോൺവെന്റിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സ്റ്റഡി സെന്റർ ട്രഷറർ പ്രമോദ് കണിമംഗലത്തെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ നിസാർ കുമ്മങ്കണ്ടത്ത്, പോൾ പുലിക്കോട്ടിൽ, KA ലാസർ, ബെന്നി ആഞ്ഞിലപ്പടി, സാജൻ കുറ്റിക്കാട്ട് പറമ്പിൽ, ജഗദീഷ് രാജ് വാളമുക്ക്, അരുൺ വാളമുക്ക്, വില്ലി പട്ടത്താനം, ശങ്കരനാരായണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. പെരിങ്ങോട്ടുകര താന്യം ഗ്രാമപഞ്ചായത്ത് 5ാം വാർഡിന്റെ ആഭിമുഖ്യത്തിൽ ഹൃദയത്തിലെന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കാവ് സംരക്ഷണ ദിനാചരണവും കാവ് സംരക്ഷകരെ അനുമോദിക്കലും നടന്നു. സജീവ് എംബ്രാന്തരി ഉദ്ഘാടനം ചെയ്തു. കാവ് സംരക്ഷിക്കുന്ന ഇന്ദുചൂടൻ ദീപ ദമ്പതികളെ ചടങ്ങിൽ ഷാൾ അണിയിച്ച് അനുമോദിച്ചു. ഇവരുടെ ഉടമസ്ഥതയിലുള്ള കാവിനടുത്ത് നടന്ന കാവ് സംരക്ഷണ ദിനാചരണ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആന്റോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ADS പ്രസിഡന്റ് വിജയപ്രകാശൻ, ഷീജ രഘുവർണൻ, കാഞ്ചന ധർമ്മരാജൻ, നിതിൻ മോഹൻ, രേണുക റിജു എന്നിവർ സംസാരിച്ചു. CPI തിരുവഴഞ്ചേരി ബ്രാഞ്ച് സമ്മേളനത്തിന്റെ ഭാഗമായി ആദരവ് 2025 നടന്നു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ ഭരണഘടനാ ആമുഖ പ്രതിജ്ഞ ചൊല്ലി ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോൽക്കളിയിൽ A ഗ്രേഡ് നേടിയ വലപ്പാട് ഹൈസ്കൂളിലെ കലാപ്രതിഭകളെയും ഫ്യൂച്ചർ അക്കാദമിയിലെ ഗേൾസ് ഫുട്ബോൾ ടീമിന് ഫുട്ബോൾ വിതരണവും കോച്ചിനെയും ചടങ്ങിൽ ആദരിച്ചു. വിദ്യാഭ്യാസ എൻഡോമെന്റ് വിതരണവും സംഘടിപ്പിച്ചു. CPI തിരുപ്പഴഞ്ചേരി ബ്രാഞ്ച് സെക്രട്ടറി KS ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPI നാട്ടിക മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KM കിഷോർ കുമാർ, CPI വലപ്പാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി AG സുഭാഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വസന്ത ദേവലാൽ, മഹിളാ സംഘം പഞ്ചായത്ത് സെക്രട്ടറി സീന കണ്ണൻ, ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറി PS ഷിനോജ് എന്നിവർ സംസാരിച്ചു. ഇടിയൻചിറ റെഗുലേറ്ററിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി കനാലിലെ വെള്ളം വറ്റിക്കൽ പ്രവൃത്തികൾ പൂർത്തിയായി. 15 ദിവസം കൊണ്ടാണ് വെള്ളം വറ്റിക്കൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. 10 HP-യുള്ള 4 മോട്ടോറുകളും 20 HP-യുള്ള 1 മോട്ടോറും ഉപയോഗിച്ചാണ് ആദ്യഘട്ടത്തിൽ വെള്ളം വറ്റിക്കുന്നത്. റെഗുലേറ്ററിന്റെ അടിയിലെ വെള്ളം വറ്റിയതോടെ JCB ഉപയോഗിച്ച് തൂണുകൾക്കിടയിലുള്ള അടിഞ്ഞുകൂടിയ ചെളിയും മറ്റു അവശിഷ്ടങ്ങളും മാറ്റി തുടങ്ങി. ഓരോ വർഷവും റെഗുലേറ്ററിന് സമീപത്തുള്ള താൽക്കാലിക ബണ്ട് പൊട്ടിക്കുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങളും അടിഞ്ഞുകൂടിയ വലിയ കല്ലുകളുമാണ് തൂണുകൾക്കിടയിൽ അടിഞ്ഞിട്ടുണ്ടായിരുന്നത്. ബണ്ടിലെ മണ്ണ് ഒലിച്ചുപോയി പുഴയുടെ സ്വാഭാവിക ആഴം കുറഞ്ഞിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിലായി കോൺക്രീറ്റുകൾ, പുതിയ ഷട്ടറുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ എന്നിവ തുടങ്ങാനാകുമെന്നാണ് വിലയിരുത്തൽ. വെങ്കിടങ്ങ് കനോലി കനാലിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ദുരിതമായി ജെല്ലി ഫിഷുകൾ വ്യാപകമാകുന്നു. വല നീട്ടുമ്പോൾ 5ഉം 10ഉം ജെല്ലി ഫിഷുകളാണ് വലയിൽ കുരുങ്ങുന്നത്. കടലിൽ ധാരാളമായി കാണുന്ന ഇവ ഉപ്പുവെള്ളം ഉൾനാടൻ ജലാശയത്തിലേക്ക് കടക്കുന്നതോടുകൂടിയാണ് പുഴയിലും മറ്റും വ്യാപകമായി കാണപ്പെടുന്നത്. കുടയുടെ രൂപമാണ് ഇവയ്ക്കുള്ളത്. 90% ജലാംശമുള്ള ഇവയ്ക്ക് നീണ്ട നിരവധി കാലുകളും ഉണ്ടാകും. വെള്ള നിറത്തിൽ കറുത്ത പുള്ളികളുള്ളവയാണ് പൊതുവെ കാണുന്നത്. എന്നാൽ ഇവയ്ക്കൊപ്പം കാണുന്ന ചുവന്ന നിറത്തിലുള്ള ബോക്സ് ജെല്ലി ഫിഷുകൾ അപകടകാരികളാണ്. ഇത്തരം ജെല്ലി ഫിഷുകൾ വലയിൽ കുടുങ്ങിയാൽ ഇവയെ ഒഴിവാക്കുന്ന സമയം ശരീരത്തിൽ കൊണ്ടാൽ കടുത്ത ചൊറിച്ചിലും അസ്വാസ്ഥ്യങ്ങളും ഉണ്ടാകും. ഇത്തരത്തിലുള്ള ബോക്സ് ജെല്ലി ഫിഷുകൾ മനുഷ്യ ശരീരത്തിന് ദോഷകരമാണ്. ഉപ്പുവെള്ളത്തിലാണ് ഇവയ്ക്ക് ജീവിക്കാനാവുക. കനോലി കനാലിലും ബോക്സ് ജെല്ലി ഫിഷുകൾ ഇവയുടെ കൂട്ടത്തിൽ കാണപ്പെടുന്നുണ്ടെന്ന് കനോലി കനാലിൽ മത്സ്യബന്ധനം നടത്തുന്ന ആളുകൾ പറയുന്നു. മത്സ്യത്തൊഴിലാളിയായ KV മനോഹരൻ രാവിലെ മീൻ പിടിക്കുന്നതിനിടെ വലയിൽ 10ഓളം ജെല്ലി ഫിഷുകളാണ് കുടുങ്ങിയത്. വല്ലക്കുന്ന് മുരിയാട് റോഡിൽ വല്ലക്കുന്ന് ചിറയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആളൂർ സ്വദേശി കോക്കാട്ട് വീട്ടിൽ 51 വയസ്സുള്ള കോളിൻസിനെയാണ് ചിറയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞായറാഴ്ച രാത്രി ഇരുചക്രവാഹനത്തിൽ പെട്രോൾ അടിക്കുന്നതിനായി വീട്ടിൽ നിന്നും ഇറങ്ങിയ ഇയാളെ രാത്രിയായിട്ടും കാണാതായതിനെ തുടർന്ന് ആളൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് മൃതദേഹം ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഇയാൾ സഞ്ചരിച്ചിരുന്ന ഇരുചക്രവാഹനം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. തുടർന്ന് ആളൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു.
സ്വന്തം മാതാവിനെ കത്തികൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. അഴീക്കോട് സ്വദേശി 26 വയസ്സുള്ള മുഹമ്മദാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മരപ്പാലത്ത് അലുമിനിയം ഫാബ്രിക്കേഷൻ ജോലി ചെയ്തിരുന്ന മുഹമ്മദ് സ്ഥിരമായി ലഹരി ഉപയോഗിക്കുമായിരുന്നു. ഇയാളുടെ ലഹരി ഉപയോഗം മാതാപിതാക്കൾ തടഞ്ഞതിനാലുള്ള വിരോഷത്തിലാണ് ഉമ്മ സീനത്തിനെ അഴീക്കോട് മരപ്പാലത്തുള്ള വീട്ടിലെ അടുക്കളയിൽ വെച്ച് ഞായറാഴ്ച രാത്രി 8 മണിയോടുകൂടി കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. തുടർന്ന് പരിക്ക് പറ്റിയ സീനത്തിനെ പിടിച്ചുമാറ്റാൻ ചെന്ന അയൽവാസിയായ കബീർ എന്നയാളെ കത്തി ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു. ഇൻസ്പെക്ടർ അരുൺ BK നേതൃത്വത്തിൽ SIമാരായ സെബി MV, തോമസ് CM, ബാബു TV എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7,980 രൂപ, പവന് 63,840 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. 1443ാമത് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തൈക്കാട്ടുശ്ശേരി പൂരം പത്രികയുടെ പ്രകാശനം നടന്നു. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും മേളകലാനിധി പെരുവനം സതീശന്മാരാരും പത്രികയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിക്ക് പാറളം ഗ്രാമപഞ്ചായത്തിലെ ശാസ്താംകടവ് നഗറിൽ തുടക്കം കുറിച്ചു. 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ നിർമ്മാണോദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. കോടന്നൂർ ബാർ പരിസരത്തുണ്ടായ ആക്രമണത്തിൽ 2 പ്രതികൾ കൂടെ അറസ്റ്റിലായി. പള്ളിപ്പുറം സ്വദേശി 19 വയസ്സുള്ള ആദർശ്, കണ്ണംകുളങ്ങര സ്വദേശി 24 വയസ്സുള്ള വിവേക് എന്നിവരാണ് അറസ്റ്റിലായത്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.